ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, എയിം ഫോർ ദ സ്കൈ. ഇതാണ് ഇന്നത്തെ എൻ്റെ ചർച്ചാ വിഷയം. എല്ലാ സ്തുതികളും പടച്ചവനാണ്. നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു, എല്ലാ പ്രവാചകന്മാരുടെ മേലിലും ശാന്തിയും സമാധാനം ഉണ്ടാകട്ടെ. ഞാൻ തുടങ്ങി വെച്ചത് ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, എയിം ഫോർ ദ സ്കൈ. നമ്മൾ നമ്മുടെ ലൈഫിൽ ഒരു പക്ഷേ നമ്മളെ തന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ആ നമ്മളെ അണ്ടർ എസ്റ്റിമേറ്റ് നമ്മൾ ചെയ്താൽ പിന്നെ നമ്മുടെ പ്രോഗ്രസ് വളരെ കുറഞ്ഞു പോകും, അല്ലെങ്കിൽ പ്രോഗ്രസ് ഇല്ലാതെ വരും. നമ്മൾ ഓരോരുത്തരും നമ്മുടെ കേപ്പബിലിറ്റീസ്, നമുക്കെല്ലാവർക്കും കേപ്പബിലിറ്റീസ് ഉണ്ട്. പക്ഷേ ചിലപ്പോൾ നമ്മളെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള കേപ്പബിലിറ്റീസ് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കാതെ പോകും. ഇതാണ് എനിക്ക് ഇന്നൊന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനുള്ളത്. ഒരു എക്സാമ്പിൾ കൂടെ ഞാൻ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് പോകുന്നത്. ഞാനിവിടെ അമേരിക്കയിൽ വന്നിട്ട് ഏകദേശം 10 വർഷം കഴിഞ്ഞിട്ട് ഇവിടെ സിറ്റിസനായി. ഈ സിറ്റിസൺ ആയ സമയത്ത് ഈ സിറ്റിസൺഷിപ്പ് തരുന്ന നമുക്ക് അവാർഡ് ചെയ്യുന്ന ഒരു സെറിമണിയുണ്ട്. ആ സെറിമണിയെക്കുറിച്ച് ഞാൻ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. അപ്പോൾ 2006 എൻ്റെ ഓർമ്മ. 2006 ഞാനും എൻ്റെ വൈഫും അവിടെ സിറ്റിസൺഷിപ്പിൻ്റെ സെറിമണിയിൽ കുട്ടികളെ കൊണ്ടുപോകേണ്ട കാര്യമില്ല. പേരൻസ് സിറ്റിസൺ ആയിക്കഴിഞ്ഞാൽ പിന്നെ അവർ നാച്ചുറലി അവരും സിറ്റിസൺ ആവും, അങ്ങനെയാണ്. അപ്പം ഞാനും എൻ്റെ വൈഫും മറ്റേ ഇവിടുത്തെ സിറ്റിസൺഷിപ്പിൻ്റെ ഓഫീസ് IRSൻ്റെ ഓഫീസാണെന്ന് എൻ്റെ ഓർമ്മ. IRS എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ റവന്യൂ സർവീസ്, അല്ല ഇമിഗ്രേഷൻ സർവീസ്, ഏതൊരു ഓഫീസ് ഇപ്പോൾ ഓർമ്മയില്ല, പഴയ ഇതിപ്പം കുറേ നാൾ മുമ്പുള്ള കാര്യമാണ്. അപ്പോൾ അവിടെ നമുക്ക് ലെറ്റർ വന്ന് നമ്മുടെ ഡേറ്റും കാര്യങ്ങളൊക്കെ അറിയിച്ച്, സമയം അറിയിച്ച് ഞങ്ങൾ അവിടെ എത്തണം രാവിലെ. അങ്ങനെ ഞങ്ങൾ രാവിലെ ഞാനും എൻ്റെ വൈഫും അവിടെ സമയത്തെത്തി. മേ ബി സമയത്തിന് മുമ്പിന് എത്തിക്കാണും. കാര്യം വലിയൊരു ഇമ്പോർട്ടൻ്റ് ദിവസമാണത്, ഈ സിറ്റിസൺഷിപ്പ് കിട്ടുകയെന്ന് വെച്ചാൽ. സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ പാസ്പോർട്ട് കിട്ടും, പിന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാം, ഇങ്ങനെയുള്ള കുറേ ബെനിഫിറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഏകദേശം എൻ്റെ അഭിപ്രായത്തിൽ ഏകദേശം ഒരു 100 ആൾക്കാർ, അല്ലെങ്കിൽ ഒരു 75-80 ആൾക്കാരുണ്ടാവും. പല തരത്തിലുള്ള നാടുകളിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. നമ്മുടെ ഇന്ത്യക്കാരും ഉണ്ടാവും, പിന്നെ പാകിസ്ഥാനികളെ കണ്ടിരുന്നു. എൻ്റെ ഒരു സുഹൃത്ത് പാകിസ്ഥാനി ഫാമിലി അവരുണ്ടായിരുന്നു. അവരും എന്നെപ്പോലെ തന്നെ ഹസ്ബൻഡും വൈഫുമായിട്ട് അവർ വന്ന്. പിന്നെ മെക്സിക്കോ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നുള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ എവിടെ നിന്നൊക്കെയൊന്നും ഓർമ്മയില്ല, പല നാട്ടിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. ഇവരൊക്കെ ഇവിടെ വന്ന് താമസിച്ച് ആദ്യം ഗ്രീൻ കാർഡ് കിട്ടി, പിന്നെ ഒരു കാലാവധി കഴിഞ്ഞിട്ട് സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്ത് പിന്നെ സിറ്റിസൺഷിപ്പ് കിട്ടും. അങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ. അപ്പോൾ അവിടെ ഈ പറഞ്ഞ എല്ലാ നാട്ടുകാരും 10-80 ആൾക്കാർ, പിന്നെ അവരുടെ വൈഫും അല്ലെങ്കിൽ ചില ആൾക്കാർ സ്വന്തമായിട്ടും ഒക്കെ ഉണ്ട്, അങ്ങനെ അവിടെ ഉണ്ട്. അപ്പം ഞങ്ങളെയൊക്കെ ഇരുത്തി ഒരു റൂമിൽ, ഒരു താരതമ്യേന ഒരു വലിയൊരു റൂമിൽ ഞങ്ങളൊക്കെ ഇരുത്തി. അപ്പോൾ നമ്മുടെ റൂമിൻ്റെ നമ്മൾ ചെയറിൽ, നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഇരിക്കുമല്ലോ, ചെയറിലിരിക്കുകയാണ്. അപ്പോൾ ഇരിക്കുമ്പോൾ മുമ്പിൽ ഒരു പോഡിയം വെച്ചിട്ടുണ്ട്, ഒരാൾക്ക് സംസാരിക്കാനുള്ള നമ്മളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാനുള്ള ഒരു പോഡിയം വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ശരിയായിട്ടുള്ള സമയത്ത് നമ്മുടെ ഇമിഗ്രേഷൻ ഓഫീസർ വന്ന്, ആ ഓഫീസർ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, അദ്ദേഹം ഒരു ആഫ്രിക്കൻ അമേരിക്കൻ കറുത്ത വർഗ്ഗക്കാരനാണ്. പിന്നെ ഒരു പ്രായമുള്ള ആളാണ്. എനിക്ക് തോന്നുന്നു ഏകദേശം 70 വയസ്സ്, 65-70 വയസ്സ് പ്രായം ഉണ്ടാവും. ആ കോട്ടിലും സൂട്ടിലൊക്കെ ആയിട്ട് മൂപ്പര് വന്നിട്ട് അവിടെ അനൗൺസ് ചെയ്ത്, നമ്മുടെ ഇതാണ് സെറിമണിയാണ്, അപ്പോൾ എല്ലാവരുടെയും എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് കിട്ടും. ആ സർട്ടിഫിക്കറ്റൊക്കെ കൊണ്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവിടെ കുറേയധികം സ്റ്റാഫുണ്ട്, ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്റ്റാഫ് കുറേയധികം ആൾക്കാരുണ്ട്. ഇതെല്ലാം അവർ എപ്പോഴും എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യമായിരിക്കും. അപ്പം ഇതെല്ലാ ദിവസവും ചെയ്യുമോ അല്ല ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യുമോ എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മളൊരു ദിവസമേ പോയിട്ടുള്ളൂ, നമുക്കൊരു ദിവസം പോകേണ്ട ആവശ്യം വന്നിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ ഈ ഇരിക്കുന്ന 80ഓളം ആൾക്കാരുടെ
എല്ലാവരുടെയും പേരിലുള്ള സർട്ടിഫിക്കറ്റൊക്കെ റെഡിയാണ്. അങ്ങനെ അവർ അനൗൺസ് ചെയ്ത് എല്ലാവരും ഇരുന്ന് എല്ലാവരും സൈലൻ്റായി. അത് കഴിഞ്ഞിട്ട് പേര് ഓരോരുത്തരായിട്ട് വിളിക്കുമ്പോൾ നമ്മൾ ചെല്ലും. അയാൾ അവിടെ എണീച്ച് നിന്നിട്ട് നമുക്ക് ഒരു ഷേക്ക് ഹാൻഡ് തരും. അത് കഴിഞ്ഞ് നമ്മുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് തരും. അപ്പോൾ അതിനകത്ത് സർട്ടിഫിക്കറ്റിനകത്ത് നാച്ചുറലൈസേഷൻ എന്ന് പറയുന്നത് നമ്മളിവിടെ വന്ന് നമ്മൾ താമസിച്ച് നമ്മൾ അതിൻ്റെ ശരിയായിട്ടുള്ള പ്രൊസീജിയർ ഫോളോ ചെയ്ത് നമ്മൾ സിറ്റിസനായി. ഇതാണ് നാച്ചുറലൈസേഷൻ. അപ്പോൾ അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് അവാർഡ് ദാനം പറയാം. അതുപോലെയാണ്. അത് തന്ന് കൈയൊക്കെ തന്ന് കൺഗ്രാജുലേഷൻസ് ഒക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോയിരുന്നു. എല്ലാവരും ഇരുന്ന ശേഷം ഇദ്ദേഹം അവിടെ ആ പോഡിയത്തിൽ പോയിട്ട് ഇത് ഒരു പ്രസംഗം നടത്തി. ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ സംസാരിച്ചു. കുറേ കാര്യങ്ങൾ അയാൾ പറഞ്ഞു, നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഓക്കെ, അതിനകത്ത് ഒരു കാര്യം അയാൾ പറഞ്ഞത് ആണ് എനിക്ക് എടുത്ത് ഇന്ന് പറയാനുള്ളതും അത് എൻ്റെ അന്ന് കേട്ടതുപോലെ തന്നെ ഫ്രഷായിട്ട് ഇപ്പോഴും എൻ്റെ തലയിലുണ്ട്, ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ ഈ സംഭവം ഞാൻ പലരിടത്തും ഷെയർ ചെയ്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻറ്റും അതുപോലെ തന്നെ വളരെ പ്രായോഗികമായതും ഈ മോട്ടിവേഷണലുമാണ് ഈ സംഗതി. ഓക്കെ, ഇതെൻ്റെ ബുക്കിൽ കേരള ടു കരോളൈനയിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഏതായാലും നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ്, ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാം. ഓക്കെ, അയാൾ പറഞ്ഞ ഒരു കാര്യം, ഇത് നല്ല കാര്യങ്ങളൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അയാൾ പറഞ്ഞു, നൗ യു ആർ അമേരിക്കൻ സിറ്റിസൻസ്, യു ആർ ഓൺലി ലിമിറ്റഡ് ബൈ യുവർ ഓൺ കേപ്പബിലിറ്റി ഓഫ് ഇമാജിനേഷൻ. ഒന്നുകൂടെ ഞാൻ പറയാം. നൗ യു ആർ അമേരിക്കൻ സിറ്റിസൻസ്, യു ആർ ഓൺലി ലിമിറ്റഡ് ബൈ യുവർ ഓൺ കേപ്പബിലിറ്റി ഓഫ് ഇമാജിനേഷൻ. മലയാളത്തിൽ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യാം. നിങ്ങൾ ഇപ്പോൾ അമേരിക്കൻ പൗരന്മാരാണ്. ഓക്കെ, നിങ്ങൾ ഇനി നിങ്ങളുടെ ചിന്ത, ഓക്കെ, നിങ്ങളുടെ ചിന്തയ്ക്ക് എത്രമാത്രം ഉയരാൻ സാധിക്കുമോ ആ ഉയരത്തിന് അനുസരിച്ചായിരിക്കും നിങ്ങളുടെ വളർച്ച. അതാണ് മെയിനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ഒരു സംഗതി ഇദ്ദേഹം ഇവിടെ പറഞ്ഞത്, യു ആർ അമേരിക്കൻ സിറ്റിസൻസ്, യു ആർ ലിമിറ്റഡ് ബൈ യുവർ ഓൺ കേപ്പബിലിറ്റി ഓഫ് ഇമാജിനേഷൻ. ഞാൻ ആ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തത് ഒരുപക്ഷെ എക്സാക്റ്റ് ആയിരിക്കില്ല. മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ഒന്നുകൂടെ ഞാൻ ട്രൈ ചെയ്യാം. യു ആർ ഓൺലി ലിമിറ്റഡ്, നിങ്ങൾക്ക് നിങ്ങളുടെ തടസ്സം, ഓക്കെ, നിങ്ങളുടെ വളർച്ചയുടെ തടസ്സം നിങ്ങളുടെ കേപ്പബിലിറ്റി, നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവ്, അതായത് ചിന്തിക്കാനും ഉയരത്തിലെത്താനുള്ള നിങ്ങളുടെ ഈ ചിന്തിക്കാനുള്ള കഴിവ് അതിന് ആസ്പദമായിരിക്കും. അത് മാത്രമാണ് നിങ്ങളുടെ ലിമിറ്റേഷൻ, അതല്ലാതെ നിങ്ങൾക്ക് ലിമിറ്റേഷൻ ഇല്ല എന്നാണ് മൂപ്പര് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം നമ്മൾ ആക്ച്വലി ഇത് നമുക്കെല്ലാവർക്കും ബാധകമാണ്. നമ്മുടെ ലൈഫിൽ നമുക്ക് കുറേ കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റും. ഓക്കെ, നമ്മുടെ സമയം എവിടെ ചിലവാക്കുന്നു, നമ്മുടെ കൂട്ടുകെട്ട്, നമ്മൾ ആരുടെ കൂടെ നമ്മുടെ സമയം ചിലവാക്കുന്നു. ഓക്കെ, എനിക്ക് വേണമെങ്കിൽ എൻ്റെ ഫ്രീ ടൈമിൽ എനിക്ക് മൂവി കാണാം, ഓക്കെ, സിനിമ കാണാം, അല്ലെങ്കിൽ പാട്ട് കേൾക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയിരുന്ന്, അതായത് നമ്മൾ മലയാളത്തിൽ പറയില്ല, ചൊറ പറയാം, അതായത് വെറുതെ സംസാരിക്കാം. അപ്പം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് വേണം. ഇതൊക്കെ ആക്ച്വലി നമ്മൾ സോഷ്യൽ ആനിമൽസാണ്, നമുക്കിതൊക്കെ വേണം. പക്ഷേ ഇതിനൊക്കെ ലിമിറ്റുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ ഫ്രീ ടൈം എവിടെ ചിലവഴിക്കാൻ പറ്റും, നമുക്ക് എവിടെ ചിലവാക്കണം, എന്തിനാണ് ഗുണമുള്ളത്, നമുക്കെന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കുമോ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പലർക്കും ബിസിനസ് തുടങ്ങണമെന്നുണ്ട്. ഇപ്പോൾ ഞാനൊരു ബിസിനസ്സുകാരാണ്, ഇവിടെ വന്നിട്ട് കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആയിരുന്നു, ഇവിടെ വന്നിട്ട് ബിസിനസ് തുടങ്ങി. ആ ബിസിനസ് തുടങ്ങിയ കാര്യം അത് ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോയിൽ ഞാൻ പറയാം. ഓക്കെ, അത് നിങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലും അറിയിക്കുക. ഇൻഷാല്ലാ ഞാനൊരു വീഡിയോ ബിസിനസ് എങ്ങനെ തുടങ്ങി എന്നുള്ളതിനെക്കുറിച്ച് പറയാം. ബിസിനസ്സിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ, ജനറൽ കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം ഇൻഷാല്ലാ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്കെല്ലാവർക്കും നമ്മുടെ സൃഷ്ടാവ് നമുക്ക് കഴിവ് തന്നിട്ടുണ്ട്. ഈ കഴിവ് നമ്മൾ ചിലപ്പം ഉപയോഗിക്കത്തില്ല. ചിലപ്പം നമ്മളെ തന്നെ നമ്മൾ പിടിച്ച് താഴെ നിർത്തി നമുക്ക് ഗുണമില്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ ഇടപെടും. അതിപ്പം ഓരോരുത്തരും അവരവരുടെ സിറ്റുവേഷൻ നോക്കണം. എവിടെയാണ് അവരുടെ സമയം ചിലവാകുന്നത്, എന്ത് ചെയ്താൽ മുന്നോട്ട് പോകാൻ സാധിക്കും, ചിലപ്പോൾ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഇവിടെ അമേരിക്കയിൽ വേറൊരു കാര്യം ഞാൻ കാണുന്നത്,
60 വയസ്സുള്ള 70 വയസ്സുള്ള ആൾക്കാരൊക്കെ കോളേജിൽ പോകുന്നുണ്ട് പഠിക്കാനായിട്ട്. എനിക്ക് പരിചയമുള്ള എൻ്റെ ഒരു കസ്റ്റമർ കൂടെയാണ്, ഒരു വെള്ളക്കാരനാണ്. ആക്ച്വലി അയാൾ ബ്രിട്ടീഷുകാരനാണ്, ഇവിടെ വന്ന് താമസിക്കുന്ന ആളാണ്. അയാൾക്ക് ഏറ്റവും കുറഞ്ഞ ഒരു 70 വയസ്സെങ്കിലും ഉണ്ടാവും, ഏറ്റവും കുറഞ്ഞത്. അയാൾ നമ്മുടെ ഈ മൺകലം ഒക്കെ ഉണ്ടല്ലോ, ഈ നമ്മുടെ ചെളി കൊണ്ട് കലം ഉണ്ടാക്കുന്ന, അതായത് ഇവിടെ പോട്ടറി എന്ന് പറയും, പോട്ടറി. ആ പോട്ടറി പഠിക്കാൻ പോകുന്നുണ്ട്. ഇപ്പോൾ പോട്ടറി ഉണ്ടാക്കാൻ പഠിച്ച് എന്നിട്ട് അയാൾക്ക് ചെറിയൊരു കടയുണ്ട്, അവിടെ പോട്ടറി മൂപ്പര് സ്വന്തമായിട്ട് ഉണ്ടാക്കി വിൽക്കുന്നുണ്ട്. 70 വയസ്സായി. ഇതേപോലെ തന്നെ എനിക്ക് 90 വയസ്സ് പ്രായമുള്ള ഒരാൾ പരിചയമുണ്ട്. അയാൾ ഇപ്പോഴും, ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഇപ്പം ഒരു പിക്ചർ ഇട്ടിട്ടുണ്ട്, ഒരു കഴിഞ്ഞ ആഴ്ച. അയാൾ എന്നെ വളരെയധികം സഹായിച്ച ഒരാളാണ്, ആഫ്രിക്കൻ അമേരിക്കനാണ്. അയാൾ 90 വയസ്സായി. 90 വയസ്സിലും അയാളൊരു കട ഓടിക്കുന്നുണ്ട് ഇവിടെ, കട. അതായത് ശനിയാഴ്ചയും ഞായറാഴ്ചയും മാത്രമുള്ള അതൊരു ഫ്ലീ മാർക്കറ്റ് എന്ന് പറയും. അവിടെ വണ്ടി ഓടിച്ച് പോയി, അതായത് അറ്റ്ലീസ്റ്റ് ഒരു 30 മിനിറ്റ്, അരമണിക്കൂർ വണ്ടി ഓടിക്കണം. അവിടെ പോയി കട തുറന്ന് രാവിലെ മുതൽ ഒരു 4 മണി വരെ അല്ലെങ്കിൽ 3 മണി വരെ നിന്ന് സാധനം വിറ്റ് തിരിച്ച് വരും. 90 വയസ്സിന് മുകളിലായി. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ നമ്മുടെ സമയം എങ്ങനെ ചിലവാക്കണം, അത് നമ്മൾ എവിടെയാണ് നമ്മുടെ ചിലവാകുന്നത് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് അത് ഗുണമുള്ള കാര്യങ്ങൾ, ഒന്നെങ്കിൽ നമുക്ക് ഗുണം വേണം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാർക്ക് ഗുണം വേണം, അല്ലെങ്കിൽ നാട്ടുകാർക്ക് ഗുണം വേണം. എന്തെങ്കിലും നല്ല കാര്യം ചെയ്ത് ജനങ്ങൾക്ക് ബേസിക്കലി ഞാൻ പറഞ്ഞത് പ്രൊഡക്ടിവിറ്റി വേണം. അത് വരാനായിട്ട് നമുക്ക് ഓരോരുത്തരും നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ചെക്ക് ചെയ്തിട്ട് നമ്മുടെ എവിടെയാണ് സമയം ചിലവാകുന്നത്, നമ്മുടെ സമയം വേസ്റ്റ് ആകുന്നുണ്ടോ, ഇതൊന്ന് നമ്മൾ അനലൈസ് ചെയ്ത് മുമ്പോട്ട് പോകണം. അപ്പോൾ ഇതാണ് ഞാൻ പറയാൻ വന്നത്. ഇയാൾ പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയാം. യു ആർ ഓൺലി ലിമിറ്റഡ് ബൈ യുവർ ഓൺ കേപ്പബിലിറ്റി ഓഫ് ഇമാജിനേഷൻ. ചിലപ്പം ഒരു കാര്യം പറയാം, ഈ ബിസിനസ്സൊക്കെ ചെയ്ത് അല്ലെങ്കിൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത ആൾക്കാരുടെ യൂട്യൂബ് വീഡിയോസ് കണ്ടാൽ നമുക്ക് നല്ലൊരു ആവേശം വരും. അപ്പോൾ അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ കാണാൻ, നല്ല കാര്യങ്ങൾ കേൾക്കാൻ, നല്ല ആൾക്കാരുടെ കൂടെ സഹവർത്തിക്കാൻ ശ്രമിച്ചാൽ ഇൻഷാ അള്ളാഹ് കാര്യങ്ങൾ നന്നാവും. പടച്ചവനോട് ദുആ ചെയ്യുക, നമ്മൾ അതിലേക്ക് വേണ്ടി അധ്വാനിക്കുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ മെസ്സേജ്. സോ താങ്ക് യു വെരി മച്ച് ഫോർ ലിസണിങ്. നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.